മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് പ്രൊഫൈൽ റേറ്റിംഗ് ആണ്. പ്രൊഫൈൽ റേറ്റിംഗ് എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളത് നോക്കാം. ആദ്യം തന്നെ രണ്ട് രീതിയിലാണ് നിങ്ങൾക്ക് പ്രൊഫൈലുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. കാരണം ഒന്നെങ്കിൽ ജീവരേഖ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാവുക, അല്ലെങ്കിൽ ജീവരേഖ തന്നിട്ട് അതിന് അനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു പ്രൊഫൈൽ റേറ്റിംഗ് ചെയ്യുക. ഇങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. ഇവിടെ തന്നിട്ടുള്ളത് ആദ്യം തന്നെ ഒരു പ്രൊഫൈൽ തന്നിട്ടുണ്ട്, അതിനുശേഷം നമ്മൾ തയ്യാറാക്കേണ്ടത് ജീവരേഖയാണ്. ഹിൻസ് ആണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. ഭാരത ഹരിതക്രാന്തേ പിതാ ഇതി പ്രസിദ്ധ ഭവതി ഡോക്ടർ MS സ്വാമിനാഥൻ. ഓക്കെ, എന്താണ് ഭാരത ഹരിതക്രമയുടെ പിതാവായിട്ട്, ഹരിതക്രമത്തിന്റെ പിതാവായിട്ടാണ് നമ്മുടെ പ്രസിദ്ധനായിട്ടുള്ള ഡോക്ടർ MS സ്വാമിനാഥൻ അറിയപ്പെടുന്നത് അല്ലെ. അദ്ദേഹം 1925 തമേ വർഷേ ഓഗസ്റ്റ് മാസസ്യ സപ്തമേ ദിനാങ്കേ ജനിമലപത. അദ്ദേഹം എപ്പോഴായിരുന്നു ജനിച്ചിട്ടുണ്ടായിരുന്നത്? 1925. ഇവിടെ തമേ വർഷേ എന്ന് പറഞ്ഞാൽ വർഷത്തിന് മുമ്പ്. ഓക്കെ, തമേ വർഷേ ഇന്ന വർഷത്തിൽ എന്നാണ് പറയുന്നത്. ഒരു വർഷം എഴുതിയതിനു ശേഷം തൊട്ടടുത്ത സെന്റൻസ് വരേണ്ടത് തമേ വർഷേ ഓഗസ്റ്റ് മാസസ്യ സപ്തമേ ദിനാങ്കേ. ദിനാങ്കേ എന്ന് പറഞ്ഞ ഡേറ്റ് ആണ്. ദിനാങ്കേ ജനിമലപത. ജനിമലപത ജനിച്ചു. തമിഴ്നാട് രാജ്യസ്യ കുംഭകോണം അസ്തി തസ്യ ജന്മദേശഃ. തമിഴ്നാട് എന്ന് പറയുന്ന രാജ്യത്തെ, സംസ്ഥാനത്തെ കുംഭകോണം എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹത്തിന്റെ ജന്മദേശം. തസ്യ ജന്മദേശ, അദ്ദേഹത്തിന്റെ ജന്മദേശം. അത് കോമൺ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡുകളാണ് കേട്ടോ. യെസ്, ഡോക്ടർ കെ സദാശിവ. ഡോക്ടർ കെ സദാശിവനും അതുപോലെ തങ്കം ച തസ്യ പിതരൗസ്തഹ. എന്താണ്? തങ്കവുമാണ് തസ്യ പിതരൗസ്തഹ, അവരുടെ മാതാപിതാക്കൾ. അപ്പൊ ഇവിടെ എന്താണ് പിതരൗ എന്ന് പറയുന്നത്? പിതരൗ എന്ന് പറയുന്നത് മാതാപിതാക്കളാണ്. കാർഷിക മണ്ഡലേഷു തേന കൃതാഹ പരിഷ്കാരഃ അതീവ ശ്രദ്ധേയഃ ഭവന്തി. കാർഷിക മണ്ഡലത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള പരിഷ്കാരങ്ങൾ വളരെയധികം ശ്രദ്ധ ഉള്ളതായിരുന്നു. അതഹ സഹ ഹരിതക്രാന്തേ പിതാ ഇതി പശ്ചാത് പ്രസിദ്ധോ ജാത. അപ്പൊ ഹരിതക്രാന്തേ, ഹരിതക്രമത്തിന്റെ പിതാവായിട്ട് അദ്ദേഹം എന്ത് ചെയ്യാണ്, അറിയപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നീട് പ്രസിദ്ധനായി എന്നാണ് പറയുന്നത്. മാക്സാസേ പുരസ്കാരഃ പത്മശ്രീ പത്മഭൂഷൺ ഇത്യാദിഭിഃ പുരസ്കാരൈഃ പൂർവമാതോയം മഹാനുഭാവഃ. അദ്ദേഹം എന്തൊക്കെ പുരസ്കാരങ്ങളുണ്ട്? മാക്സാസെ പുരസ്കാരം, അതുപോലെ പത്മശ്രീ പത്മഭൂഷൺ ഒക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. 2024 അദ്ദേഹം മരിച്ചിട്ടുള്ളത്. 2024 മരണാനന്തരം, അദ്ദേഹത്തിന് മരിച്ചത് 2023 2024 അദ്ദേഹത്തിന് മരണാനന്തരം ഭാരതരത്ന പുരസ്കാരം കൂടി ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. 2023 സെപ്റ്റംബർ 28 അദ്ദേഹം മരിക്കുന്നത്. ഓക്കെ, മൃത്യുദിനം എന്ന് പറഞ്ഞാൽ മരണ ദിവസം അല്ലെ. നമുക്ക് ഇവിടെ ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ നാമം, ജന്മം, ജന്മദേശം, പിതരൗ, പുരസ്കാരം, പ്രശസ്തി, മൃത്യു, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ എഴുതേണ്ടത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അദ്ദേഹത്തിന്റെ പേര് തന്നിരിക്കുന്ന പാരഗ്രാഫിൽ നിന്ന് എഴുതുകയാണ് വേണ്ടത്. പേരെന്തായിരുന്നു? MS സ്വാമിനാഥൻ. MS സ്വാമിനാഥൻ. ജന്മം, അദ്ദേഹം ജനിച്ചത് എപ്പോഴായിരുന്നു? 1925 ഓഗസ്റ്റ് മാസം 7-ാം തീയതി അല്ലെ. യെസ്, ജന്മദേശം എന്ന് പറയുന്നത് കുംഭകോണം, തമിഴ്നാട്. ഇപ്പൊ തമിഴ്നാട്ടിലെ കുംഭകോണത്തിലായിരുന്നു അല്ലെ. അടുത്തത് പിതരൗ, അവരുടെ മാതാപിതാക്കളെ കുറിച്ചിട്ടാണ്. ഡോക്ടർ കെ സദാശിവ, അതുപോലെ തന്നെ തങ്കം. അടുത്തത് പുരസ്കാരം, അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള പുരസ്കാരങ്ങൾ എന്തൊക്കെയാണ്? മാക്സാസെ പുരസ്കാര, മാക്സാസെ പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ പത്മശ്രീ കിട്ടിയിട്ടുണ്ട്, പിന്നെ പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്. ഭാരതരത്നം 2024 അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ലഭിച്ചിട്ടുള്ളത്. പ്രശസ്തി, അദ്ദേഹം അറിയപ്പെടുന്നത് എന്താണ്? അദ്ദേഹം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഭാരത ഹരിതക്രാന്തേ പിതാ എന്നാണ് അറിയപ്പെടുന്നത് അല്ലെ. മൃത്യു, അദ്ദേഹം മരിച്ചത് 2023 സെപ്റ്റംബർ 28 ഇത്രയും കാര്യങ്ങളാണ് ജീവരേഖ തയ്യാറാക്കുമ്പോൾ നിങ്ങൾ എഴുതേണ്ടത്. തന്നിരിക്കുന്ന പാരഗ്രാഫിൽ നിന്ന് എന്താണോ ചോദിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ മാത്രം താഴേക്ക് ഇങ്ങനെ എഴുതി വരിക. അതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, യെസ്. അതുപോലെ തന്നെ മറ്റൊരു ജീവചരിത്രം കൂടി ഇവിടെ കൊടുക്കുന്നുണ്ട്. ആ ഒരു ഭാഗം കൂടി നമുക്ക് വായിക്കാം. ഇനി അടുത്തതായിട്ട് പറയാൻ വേണ്ടി പോകുന്നത് ഒരു സ്ത്രീയുടെ പ്രൊഫൈൽ എങ്ങനെ എഴുതും എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ഹരിപ്പാട് മഹാദേവ മന്ദിരസ് സമീപസ്ഥി ചൊംപ്രോൽ മഠേ 1000
1889 തമേ വർഷേ അംബാദേവി തമ്പുരാട്ടി ജനിമലവത. അപ്പൊ 1889 ഹരിപ്പാട് മഹാദേവ മന്ദിരത്തിലെ സമീപത്തുള്ള ചെംപ്രോൽ മഠയിലെ ചെംപ്രോൽ മഠത്തിലാണ് ആര് ജനിച്ചിട്ടുള്ളത്? നമ്മുടെ അംബാദേവി തമ്പുരാട്ടി ജനിച്ചിട്ടുള്ളത്. അസ്യാഹ പിത, അവളുടെ പിതാവ്. അസ്യാഹ, ഓക്കെ, അസ്യാഹ പിത കോട്ടയം നാട്ടക്കത്ത് ഏലങ്ങല്ലൂർ കൃഷ്ണൻ നമ്പൂതിരി, മാതാ കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി ച ആസ്താം. ഇവിടെ ച ആസ്താം എന്നുള്ളത് നമുക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ചെപ്പാട്ട് രാമവാര്യർ, കല്ലംപള്ളി വിഷ്ണു നമ്പൂതിരി ഇത്യേതയോഹോ ശിക്ഷണേ സ കാവ്യനാടകാലങ്കാരാധീനി ആശിഷത. എന്താണ് പറയുന്നത്? ആരൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ഇവരുടെ ഗുരു എന്ന് പറയുന്നത്? ചെമ്പാട്ട് രാമവാര്യരും അതുപോലെ കല്ലംപള്ളി വിഷ്ണു നമ്പൂതിരി ആയിരുന്നു. ഇവർ രണ്ടുപേരാണ് ഇവരുടെ ടീച്ചേഴ്സ്. ഓക്കെ. ബാല്യേ കവിതാരചനാ പാടവം പ്രകടിതവതി സ കൈരള്യാം സംസ്കൃതേച്ച കവിതാരചനാസു സമർത്ഥ ആസിത്. അപ്പം ചെറിയ കാലത്ത് തന്നെ, കുട്ടിക്കാലത്ത് തന്നെ കവിതാരചനയിലൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. നല്ല ഒരു കഴിവ് പ്രകടിപ്പിച്ചത് കൊണ്ട് തന്നെ എന്താണ്, മലയാളത്തിലും സംസ്കൃതത്തിലും ഒക്കെ തന്നെ അവര് വളരെ സമർത്ഥമായിട്ട് കവിതകൾ എഴുതിയിരുന്നു. ഭാഷാന്തരീകരണോപി അസ്യാഹ അത്യധിക അഭിരുചി ആസ. അപ്പൊ ഭാഷയുടെ കാര്യത്തിൽ അവര് നല്ലൊരു പ്രാവീണ്യമുള്ള ആളായിരുന്നു എന്നർത്ഥം. തയാ മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദയ അഷ്ടമി പ്രബന്ധ കൈരള്യാം അനുദിത. അവരെന്ത് ചെയ്തിട്ടുണ്ട്? മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദന്റെ അഷ്ടമി പ്രബന്ധം, 8 പ്രബന്ധങ്ങളൊക്കെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഏവം മാനവിക്രമ എട്ടൻ തമ്പുരാൻ മഹാഭാഗേന കൈരള്യാം വിരചിതം ദശകുമാരചരിതം തേനൈവ നാമ്ര സ സംസ്കൃതെ അനുദിതവതി. ഇപ്പൊ എന്താണ്? മാനവിക്രമ എട്ടൻ തമ്പുരാന്റെ മാനവിക്രമനായിട്ടുള്ള ഏട്ടൻ തമ്പുരാന്റെ മഹാഭാഗ കൈരള്യാം വിരചിത, അദ്ദേഹം മലയാളത്തിലേക്ക് രചിച്ച ദശകുമാരചരിതം എന്ന് പറയുന്ന പുസ്തകം അല്ലെ, അത് എന്ത് ചെയ്തിട്ടുണ്ട്? സംസ്കൃതത്തിലേക്ക് വിവർത്തനം ചെയ്തതും ഇവരായിരുന്നു. ദേവീസ്തുതി നാമ സ്ത്രോത്രകാവ്യാനി, ദേവീസ്തുതി എന്ന് പറയുന്ന സ്ത്രോത്രകാവ്യം അനയ വിരചിതം ദൃശ്യതേ, ഇവരാണ് രചിച്ചിട്ടുള്ളത് എന്നാണ് അർത്ഥം. ഇവിടെ നാമ ജന്മ പിതരൗ കൃതയ, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. അത് അതുപോലെ എന്ത് ചെയ്യുക, എടുത്തിട്ട് മുകളിലുള്ളത് എടുത്തിങ്ങോട്ടേക്ക് എഴുതുക എന്നുള്ളത് മാത്രമാണ്. ഇവിടെ അവാർഡുകളൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ അവാർഡുകളൊന്നും എഴുതേണ്ടതായിട്ടില്ല. ഓക്കെ. എന്താണോ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ളത് അത് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, എഴുതേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, യെസ്. ഇനി അടുത്തതായിട്ട് നിങ്ങൾക്കൊരു പ്രൊഫൈൽ റൈറ്റിംഗ് അല്ലെ, അടുത്തതായിട്ട് പ്രൊഫൈൽ റൈറ്റിംഗിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ളത് പറയാം. ഒരു പ്രൊഫൈൽ എഴുതുന്ന സമയത്ത് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഹെഡ്ലൈൻ കൊടുക്കണം. ഒരു ഹെഡ്ലൈൻ നിർബന്ധമായിട്ട് നിങ്ങൾ കൊടുത്തിരിക്കണം. ആ ഹെഡ്ലൈനിൽ ആരുടേതാണോ പ്രൊഫൈല് അവരുടെ പേര് കൃത്യമായി കൊടുത്തിരിക്കണം. ഓക്കെ. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, പേര് നമ്മൾ എഴുതുന്നു, അതിനുശേഷം ഇയർ ആണ് എഴുതുന്നത്. എത്രയാണോ ഇയർ, ഇപ്പൊ 2000 ആണെങ്കിൽ 2000 എന്ന് എഴുതുന്നു. തമേ വർഷേ, എന്താണ് എഴുതേണ്ടത്? തമേ വർഷേ, ഇന്ന വർഷം. ഇപ്പൊ ജൂലൈ ആണെങ്കിൽ ജൂലൈ മാസസ്യ, ഓക്കെ, ജൂലൈ മാസസ്യ അഷ്ടതമേ ദിനേ, ഇന്ന ദിവസം അല്ല, അഷ്ടതമേ ദിവസേ അല്ലെങ്കിൽ അഷ്ടതമേ ദിനേ. പിന്നെ പ്ലേസ് ആണ് എഴുതേണ്ടത്, ജനിച്ച പ്ലേസ്. ഇപ്പൊ കണ്ണൂരാണെങ്കിൽ കണ്ണൂർ ദേശീയ ജനിമലപത എന്നെഴുതുക. ജനിമലപത എന്ന് പറഞ്ഞാൽ ജനിച്ചു. തസ്യ പൂർണ്ണനാമ, അവരുടെ പൂർണ്ണമായിട്ടുള്ള പേര് എന്താണോ, ഇപ്പൊ ഫാത്തിമ എന്നാണെങ്കിൽ ഇപ്പൊ ഫാത്തിമ. ഓക്കെ, അവരുടെ ഫുൾ നെയിം എഴുതി കൊടുക്കുന്നു. അതിനുശേഷം തസ്യ മാതാ എന്ന് എഴുതുന്നു, മാതാവിന്റെ പേര് എഴുതുന്നു. അതിനുശേഷം അച്ഛന്റെ പേര് എഴുതുന്നു. ഫാദർ ആണെങ്കിൽ അച്ഛന്റെ പേരെന്താണോ അത് എഴുതുന്നു. അതിനുശേഷം എഴുതേണ്ട ഒരു കാര്യമാണ് ച ആസ്താം, ആയിരുന്നു, അവരായിരുന്നു. ച എന്നുള്ളത് നിർബന്ധമാണ് കേട്ടോ. ച ആസ്താം. പിന്നെ സഹ ഡേഷ് പുരസ്കാരേണ പുരസ്കൃത ഭവന്തി, എന്താണ്? ഡേഷ് പുരസ്കാരേണ പുരസ്കൃത ഭവന്തി എന്നാണ് കേട്ടോ.
ഇന്ന പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്, പുരസ്കൃത ലഭിച്ചിട്ടുണ്ട്. പുരസ്കാരങ്ങളുടെ പേരുകളാണ് അവിടെ വേണ്ടത്. തസ്യ പ്രശസ്താഹ കൃതയഃ, തസ്യ പ്രശസ്താഹ കൃതയഃ, അവരുടെ പ്രശസ്തി ആർന്ന കൃതികൾ എന്ന് പറഞ്ഞിട്ട് മേജർ വർക്ക്സ് എന്തൊക്കെയാണോ അതൊക്കെ ഇവിടെ കൊടുക്കണം. ഓക്കെ, അതിനുശേഷം അവരുടെ പേര് കൊടുക്കുക. എന്നിട്ട് ഇന്ന വർഷം, ഇപ്പൊ 2026 ആണെങ്കിൽ 26 തമേ വർഷേ എന്ന് ചേർക്കണം കേട്ടോ. തമേ വർഷേ. ഇപ്പം ഏത് മാസമാണ്? ഓഗസ്റ്റ് അല്ലേ? ഇപ്പൊ ഓഗസ്റ്റ് മാസത്തില് ഏതാണോ മാസത്തിൽ മരിച്ചത് ആ മാസത്തിന്റെ പേര്, അതുപോലെ ഡേറ്റ്, തമേധിനെ ദേശ് ദേശേ ദിവംഗത, ഇന്ന ദേശത്ത് ദിവംഗത മരിച്ചു. ഇനി ദിവംഗത എന്ന് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മരണം പ്രാപ എന്ന് എഴുതാം. മരണം പ്രാപിച്ചു. ഈ ഒരു പാറ്റേണിൽ നിങ്ങൾക്ക് എഴുതാനും പറ്റും. 2 രീതിയിൽ എഴുതാട്ടോ. ഒന്നിൽ ഈ ഒരു പാറ്റേൺ വെച്ച് എഴുതുക, അല്ലെങ്കിൽ കൃത്യമായ ഓർഡറിൽ എഴുതി പോവുക. ഓക്കെ, യെസ്. പ്രൊഫൈൽ റൈറ്റിംഗിന്റെ ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾക്ക് എക്സാമിനുള്ളതാണ്. എന്തായാലും ഇതിൽ നിന്ന് മാർക്ക് വരുന്നതുമായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളത്. കൃത്യമായി തന്നെ എന്ത് ചെയ്യുക, പഠിച്ചു പോവുക. പ്രൊഫൈൽ റൈറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ താങ്ക് യു.